പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ടതോടെ ശ്രദ്ധേയമാവുകയാണ് ഒരു സ്കൂളും അവിടുത്തെ അധ്യാപകനും. ലോകകപ്പ് ആവേശം സംസ്കൃത പഠനത്തിനായി പ്രയോജനപ്പെടുത്തിയ ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ അഭിലാഷ് ടി പ്രതാപാണ് പ്രധാനമന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയത്. സംസ്കൃതത്തെ ജനകീയമാക്കാനുള്ള അധ്യാപകന്റെ പരിശ്രമങ്ങൾ നേരത്തെയും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ നേടിയിരുന്നു. സംസ്കൃതത്തെ ജനകീയമാക്കാൻ ഒരു അധ്യാപകൻ നടത്തുന്ന പ്രയത്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി തൻ്റെ മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചിരിക്കുകയാണ്. ചിറ്റൂർ സെൻറ് മേരീസ് UP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അഭിലാഷിൻ്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പരിചിതമായ വാക്കുകളെ സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി പഠനം എളുപ്പമാക്കിയ അധ്യാപകന്റെ വേറിട്ട അധ്യാപന രീതിയാണ് മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ടത്. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. കുട്ടികൾക്ക് വാക്കുകൾ പഠിക്കാൻ ചെറുതും വലുതുമായ കാർഡുകൾ തയ്യാറാക്കി. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും സംസ്കൃത വാക്കും അവയുടെ അർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തിയായിരുന്നു പഠിപ്പിക്കൽ. കാർഡ് അവർക്ക് കൊടുക്കും. അവരിത് നോക്കി ഇതിനകത്ത് സംസ്കൃത അക്ഷരമുണ്ട്, ആ അക്ഷരത്തിന് ഇതിനായ പദമുണ്ട്, അതിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ തർജ്ജമയുണ്ട്. ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ആവേശമാണ്. ആ ആവേശത്തെ നമ്മുടെ പഠനത്തിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചത്. നമ്മുടെ ഫുട്ബോളുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിന് അങ്ങനത്തെ ഒരു പേരിട്ടത്, അക്ഷരകന്തുകം. അതൊരു സംസ്കൃത പദമാണ്. അക്ഷരവും കന്തുകം എന്ന് പറഞ്ഞാൽ എന്താ, പന്ത് അല്ലേ? ആ പന്തു അങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇട്ടത്. ഇതിന്റെ പേരെന്താണ്? നമുക്ക് സംസ്കൃതം വളരെ രസകരമായിട്ട് ഈസി ആയിട്ടൊക്കെ പഠിക്കാനായിട്ട് ഇത്തരത്തിലെ ഒരു പ്രവർത്തനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപിന്റെ പരീക്ഷണങ്ങൾ നേരത്തെയും പ്രധാനമന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. താളിയോലയുടെ ഒരു നിർമ്മാണമാണ്. താളിയോല എന്ന് പറയുന്നത് കുട്ടികൾക്കൊന്നും കണ്ടിട്ടില്ല, ഇവിടുത്തെ LP UP ലെവലിലുള്ള കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ആ താളിയോല കാണിച്ചു കൊടുക്കുക, അത് കുട്ടികളെ കൊണ്ട് തന്നെ നിർമ്മിക്കുകയും ചെയ്തു. അതിന് പാലക്കാട് നിന്ന് കരിമ്പനയോല വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം വിദ്യാലയത്തിൽ വെച്ച് തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു. പിന്നെ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ് വിത്ത് പേന, അതും ഇതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് നിർമ്മിച്ചു, കടലാസ് കൊണ്ട് നിർമ്മിച്ചു. അതിനുള്ളിൽ വിത്തുകൾ നിറച്ചു. ആ പേനയുടെ കവർ ചെയ്തത് സംസ്കൃതത്തിലുള്ള ഒരു സെൻറ്റൻസ് കൊണ്ടാണ്. സ്കൂളിലെ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ അക്ഷരകന്തുകം എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു പരീക്ഷണം. പുതിയ പഠന രീതിയെ കുട്ടികളും വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.